Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. ബഹുമാന്യനായ നമ്മുടെ മുഖ്യ അതിഥി അജ്മൽ മദനി, അൽ ഫുർഖാൻ സെന്റർ മലയാളം വിഭാഗം പ്രസിഡന്റ് സൈഫുള്ള സാഹിബ്, ബഷീർ മാത്തോട്ടം, ഈ സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, ഈ ഒരു ഒത്തുചേരലിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാവുന്നതാണ്. പരിശുദ്ധ റമദാൻ എത്തിച്ചേരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റമദാനുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയും ഒരു ഉത്ബോധനവുമാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ അനൗൺസ് ചെയ്ത സമയത്തിൽ നിന്നും അല്പം വൈകിയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കൂടുതൽ സംസാരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അൽഫോകാറിൽ നിന്നും പരിപാടിക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന അജ്മൽ മദനി അവர்கள், അതുപോലെ നമ്മുടെ ഈ പരിപാടി നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് സൈഫുള്ള ഖാസിം, ബഷീർ മാത്തോട്ടം അവர்கள், ഏവരെയും ആദരവോടും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Wa ba'd. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണെന്ന് എന്നോടും തുടർന്ന് നമ്മളോടും വസീയത്ത് ചെയ്യുകയാണ്. നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് പരിശുദ്ധ റമദാൻ മാസം ആഗതമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റമദാൻ മാസം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യമേറിയ ഒരു സീസണിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്, ഇബാദത്തുകളുടെ സീസൺ. അതിനു വേണ്ടി തയ്യാറാവുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഷഅബാൻ മാസം എന്നത് അതിനുള്ള ഒരു പ്രിപ്പറേഷന്റെ കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തെ റമദാനിന് വേണ്ടിയുള്ള
അതിനുവേണ്ടി ഒരുങ്ങാനുള്ള മാസമായി കാണുന്നു. അധികം ആളുകളും അശ്രദ്ധമാക്കുന്ന ഒരു മാസമായിട്ടാണ് റസൂലുള്ളാഹി ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ മാസം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും ജീവിത ചര്യയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. വിശദമായ ഒരു വിശദീകരണം ഞാൻ ആ ഭാഗത്ത് പോകില്ല. ഈ വിശദമായ വിശദീകരണം നമ്മുടെ ബഹുമാന്യ പ്രഭാഷകൻ ആ ഏരിയകളിലൊക്കെ സ്പർശിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു വെളിച്ചം, ഒരു ഉത്ബോധനം ആ വിഷയത്തിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ റമദാനിന് മുമ്പ് ഷഅബാൻ എന്നത് ഒരു വർഷത്തെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാനിലെ മിക്കവാറും ദിവസങ്ങളിൽ അവസാനത്തെ ദിവസങ്ങളിൽ വെച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോക്കിയിട്ടുണ്ട്. ഷഅബാനിൽ നമ്മൾ റമദാനിൽ ചെയ്യേണ്ട ആ ഒരു ഒരുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു വാമപ്പ് ആണ്. അത് നോമ്പ് കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും മറ്റ് നിർബന്ധമായ അമലുകളിലൂടെ ശുഷ്കാന്തി, കൃത്യത, സമയനിഷ്ഠം, ഇതൊക്കെ തുടങ്ങിയിട്ട് ഒരു പ്രത്യേക ഒരു റമദാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം, ഒരു ചടുല സ്വഭാവം കൈവരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ റമദാൻ ഷഅബാൻ മാസം തന്നെ റമദാനിന്റെ റവാത്തിബ് സുന്ന പോലെയാണ്. ഫർദ് നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സമാധാനമായിട്ട് ഫർദ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏകാഗ്രതയും അതിനോടുള്ള കൂടുതൽ ഇഷ്ടമൊക്കെ പെട്ടെന്ന് ചാടിക്കയറി ജമാഅത്തിലേക്ക് ഫർദ് നിസ്കാരത്തിലേക്ക് ചാടിക്കയറുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഒരു ഒതുങ്ങായ്മ, ഒരു ഉൾക്കൊള്ളായ്മ, കുറേ വിഷയങ്ങളായിട്ട് വന്ന് ചാടി നിസ്കാരത്തിൽ കയറി അതുണ്ടാകുന്ന ഒരവസ്ഥ നമ്മളെ മെന്റലി സെറ്റിൽ ആവില്ല. അതുപോലെയാണ് ആ ഫർദ് നിസ്കാരത്തിന് റവാത്തിബ് സുന്നത്ത് ഏതുപോലെയാണോ അതുപോലെയാണ് ഷഅബാൻ മാസം, റമദാൻ മാസം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് കേൾക്കാൻ മാത്രമുള്ള നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിഭാഗത്തുകൾ, നമ്മുടെ ദൈനംദിന ചര്യകൾ, റമദാനിന്റെ ദിവസങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം, അതിൽ ഖുർആന്റെ മാസമാണ്, ഖുർആൻ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ, പദ്ധതികൾ, പിന്നെ എങ്ങനെ വിഭാഗത്ത് കൊണ്ട് സജീവമാക്കാം റമദാൻ എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ നമ്മൾ സജീവമായി പറ്റാവുന്നത്ര കാര്യങ്ങൾ നോമ്പെടുക്കുകയും, എല്ലാ ദിവസവും നോമ്പെടുക്കാം. മറ്റ് മൺഡേ, തേഴ്സ്ഡേ എന്ന് പറയുന്ന രീതിയിലോ അല്ല അയ്യാമുൽ ബീദ് അല്ലാതെ തന്നെ എല്ലാ ദിവസവും ഫാസ്റ്റിംഗ് ചെയ്തതായിട്ട് നോമ്പെടുത്തതായിട്ട് സുന്നത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് സൗകര്യപൂർവ്വം നോമ്പുകൾ എടുക്കാം. അത് ഈ സാധാരണ തിങ്കളും വ്യാഴവും ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അയ്യാമുൽ ബീദ് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം വർദ്ധിപ്പിക്കും. പറ്റാവുന്നവർ കുറെ അധികം നോമ്പെടുക്കാൻ നോക്കാം. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പൊ നമുക്ക് അതോടൊപ്പം ഫർളായ കാര്യങ്ങളെ കൂടുതലായിട്ട് ശുഷ്കാന്തിയോടുകൂടി, പെർഫെക്ഷനോടുകൂടി കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അത് കൊല്ലം കൊണ്ട് ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു ലൂസ് ആണ്. റമദാനിലൂടെ നമ്മൾ പിന്നെയും ഈമാനികമായ ഒരു ചടുലത കൈവരിക്കുക, ജീവിതത്തിലെ നിഷ്ഠ ഒന്നുകൂടെ മുറക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ റമദാനിൽ തയ്യാറാവുക എന്നതാണ് ഈ ഒരു വിളിച്ചുകൂട്ടലിന്റെയും ചേർന്നിരിക്കലിന്റെയും ഉദ്ദേശം എന്ന് മാത്രം പറയാണ്. ബാക്കി കാര്യങ്ങൾക്ക് അതിന്റെ വിശദമായ രീതിയിൽ നമ്മുടെ പ്രഭാഷകന്മാർ സ്പർശിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മറ്റൊരു കാര്യം ഉണർത്താനുണ്ട്. അത് നമ്മൾ ഈ സെന്റർ, അൽ ഫുർഖാൻ സെന്റർ ഒരു പുതിയ കാൽവെപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ ഒരു ലൈസൻസിലൂടെ നമ്മുടേതായ ഒരു സ്വന്തം സെന്റർ ഉണ്ടായിട്ട് ഇത് അൽ ഫുർഖാൻ്റെ മെയിൻ സെന്ററായിട്ട് ഉറുദു വിഭാഗമായിരുന്നു 5 ദിവസവും കൈകാര്യം ചെയ്തത്. നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മാത്രമാണ് നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇനി മുതൽ നമ്മൾ നമ്മുടേതായ 24 hours 7 day ഉൾക്കൊള്ളതായി മാറാൻ പോവാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പഠന പരിപാടികൾ, സ്റ്റഡി ക്ലാസ്സുകൾ, നമുക്ക് നമ്മുടേതായ ഇവിടെ സെന്റർ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രബോധനം നമുക്ക് നല്ലൊരാളെ കൊണ്ടുവരണം. അതനുസരിച്ച് നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നിരന്തരമായ ഈ ക്ലാസ്സുകളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബ്രഹ്മയിൽ തന്നെ നമുക്ക് കേന്ദ്രീകരിക്കാം. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ആത്മാർത്ഥമായി ഉണ്ടാവണം.
നമ്മുടേതായ ഒരു രീതിയിലേക്ക് ഇത് മാറുന്നതിനുള്ള ഒരുപാട് ബാധ്യതകളും നിയമ പ്രശ്നങ്ങളും പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സും ഒക്കെ വരും. ഇവിടെ ഒന്നുമില്ല, എല്ലാം കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ട് സെറ്റ് ചെയ്യണം. AC പോയില്ല, പിന്നെ ഇവിടെ 8-9 AC വേണം. ഒക്കെ നമ്മുടെ ധാരണയുണ്ടെങ്കിൽ പിന്നെ റമദാൻ മാസമൊക്കെ വരുന്നുണ്ട്, ഷാബാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിങ്ങിനുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വരൂപിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ബുക്ക് മുന്നോട്ട് വരുമെന്ന് വിചാരിക്കാൻ കേട്ടോ. നമ്മൾ ഇങ്ങനെ വിഷയമുണ്ടെന്നുള്ള ഏറ്റെടുക്കുകയും സാമ്പത്തിക സോഴ്സുകൾ നമ്മൾ കണ്ടിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഈ റമദാൻ ഷാബാൻ റമദാൻ നമുക്ക് ഇവിടെയുള്ള ആവശ്യമുള്ള സംഗതികളൊക്കെ ഫുൾ ഫ്ലഡ്ജായിട്ട് നമ്മുടേതായ ഒരു ഹോം ആയി ഇത് മാറാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഭംഗിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതും നിങ്ങളുടെ ഒരു അജണ്ടയായി ചിന്തക്ക് വേണ്ടി വിടുന്നു. അവർക്ക് സർവോപരി പ്രാർത്ഥന ഉണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇത്രയാണ് അതിനൊരു ആമുഖമായിട്ട് പറയാനുള്ളത്. കൂടുതൽ സമയം കളയുന്നത് വൈകിട്ടാണ് തുടങ്ങിയത്. ബാക്കി കാര്യങ്ങൾ ഉദ്ബോധനവും കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരന്മാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതിനുവേണ്ടി വരികയാണ്. നിങ്ങളോട് അല്പം സംസാരിക്കുന്ന നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ തന്നെ ഖുർആൻ ലേണിംഗ് അധ്യാപകനായിട്ടുള്ള ബഷീർ മാത്തോട്ടം നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കും. അതിന് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു. അദ്ദേഹത്തെ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وصلى الله وسلم على خير خلقه نبينا محمد وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനമുള്ള ബഹ്റൈൻ അൽ ഫുർഖാൻ സെന്റർ സാരഥികളായ സൈഫുള്ള ഉസ്താദ്, സുഹൈൽ സാഹിബ്, നമ്മുടെ പരിശുദ്ധ റമദാനിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഹൃദ്യമായി സംസാരിക്കാൻ മുതിരുന്ന അജ്മൽ മദനി, എൻ്റെ സംസാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, 8 മാസം മുമ്പ് എൻ്റെ ഒരു നാട്ടുകാരനായ ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാനിൽ പള്ളിയിൽ അത്തിക്കാപ്പിലിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക ചർച്ചകളും സംസാരങ്ങളും ഒക്കെയായി കഴിഞ്ഞ സഹോദരൻ പരിശുദ്ധ റമദാനിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആനുമായി അഭേദ്യമായി ബന്ധം പുലർത്തിയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ റമദാനിലെ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ അത്തിക്കാഫിരിക്കുകയും നമുക്കൊരു പുതിയ ചർച്ചയുമായി മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ മാസം ആരംഭത്തിലാണ് അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിളിക്കുത്തരമേകി ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറായി. ഞാനും നിങ്ങളുമൊക്കെ വലിയ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു കാര്യത്തിൻ്റെ ആമുഖമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞത്. ഒരുപാട് ആഗ്രഹങ്ങളുമായി, ചെയ്തു തീർത്ത പാപങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് നാം എല്ലാവരും. റമദാൻ നമ്മിലേക്ക് ആഗതമായാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ റബ്ബിനോട് പറയുവാനും ചെയ്യുവാനും ഉണ്ട് എന്ന് മനസ്സിൽ കണക്കുകൂട്ടി നിൽക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. അല്ലാഹു അവന്റെ മഹത്തായ ഫദലും റഹ്മത്തും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നാൽ മാത്രമേ ആ പരിശുദ്ധ റമദാനിന്റെ കവാടത്തിലൂടെ പ്രവേശിച്ച് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ പറയുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന
ദിനരാത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സുദിനങ്ങളിൽ അല്ലാഹുവോട് ഏറ്റവും കൂടുതൽ പറയേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ആഫിയത്തുള്ള ആയുസ്സിന് അല്ലാഹുവേ റമദാനിലേക്ക് മാറ്റിവെക്കണേ എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ ആ ഒരു റഹ്മത്ത് നമ്മിലേക്ക് വന്നാലേ ആ ദിനരാത്രങ്ങളെ ഭംഗിയാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഇനി അങ്ങോട്ട് ആ സുദിനത്തിലേക്ക് ആയുസ് മാറ്റിവെക്കുന്ന രൂപത്തിലാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചന്ദ്രമാസ കാലഗണന പ്രകാരം 9ാമത്തെ മാസമാണ് റമദാൻ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിന്റെ 150 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ പിതാമഹനായ ഹിലാൽ ഇബ്നു മുർറ് ചന്ദ്രമാസ കലണ്ടർ ക്രമീകരിക്കുന്ന സമയത്ത് കൊടും ചൂടുള്ള ആ സമയത്താണ് ആ മാസത്തിന് റമദാൻ എന്ന് പേര് കൊടുത്തത്. റമദാൻ എന്ന പദത്തിന്റെ കരിച്ചു കളയുക എന്നാണ്. മറ്റൊന്ന് പറഞ്ഞാൽ കൊടും ചൂട് എന്നാണ് റമദാൻ എന്ന പദത്തിനർത്ഥം. അതുകൊണ്ടാണ് 9ാമത്തെ മാസമായി റമദാൻ എന്ന് കാലഗണക്രമത്തിൽ പെടുത്തിയത്. പ്രവാചകന്റെ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ആ മാസത്തിന് പ്രത്യേകമായ ആത്മപരിവേശമോ വിശുദ്ധിയോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണ് ആ റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതുകൊണ്ടാണ് ആ റമദാനിനെ ഏറ്റവും പവിത്ര മാസമായി പരിഗണിച്ചത്. പരിശുദ്ധ ഖുർആൻ എണ്ണുന്ന 4 പവിത്രമായ മാസങ്ങളിൽ റമദാൻ ഇല്ല എന്നതാണ് വസ്തുത. പക്ഷേ ആ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യം നിറഞ്ഞ, റമദാൻ ആകുമ്പോൾ ഏറെ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ്. എന്തുകൊണ്ടാണ് ആ മാസം അത്രത്തോളം മഹത്വവൽക്കരിച്ചത്? 23 വർഷങ്ങൾക്ക് ഇടയിൽ അല്പാൽപമായി അധാർമികമായി മദ്യത്തിനടിമപ്പെട്ട, സ്ത്രീയുടെ വിഷയത്തിൽ അതീവ താല്പര്യമുള്ള, അധാർമികമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ മനസ്സുകളെ പൂർണ്ണമായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വർജിക്കുവാനും ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനും മാത്രം അവരുടെ മനസ്സിന് ഊർജം പകർന്ന പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിന്റെ 1ാമത്തെ ദിനരാത്രം മുതൽ അതിന്റെ അന്ത്യഘട്ടം വരെ അല്ലാഹു നിറച്ചു വച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, പരിശീലന കളരിയായ ശഅബാൻ മാസത്തെ നാം ഒരിക്കലും അവഗണിച്ചുകൂടാ. നോമ്പും ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തി ആ പരിശുദ്ധ ഖുർആനിനെ വരവേൽക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തി റമദാനിനെ വരവേൽക്കുമ്പോൾ മാത്രമാണ് 10ാമത്തെ നോമ്പ് മുതൽ ഈമാൻ ചോർന്നു പോകാതെ നിലനിർത്തുവാൻ സാധിക്കുക എന്നതാണ്. പലപ്പോഴും റമദാനിന്റെ 1ഉം 2ഉം 3ഉം ഒക്കെ മനോഹരവും ഹൃദ്യവുമായിരിക്കും. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഈമാനിന്റെ യഖീൻ ഇങ്ങനെ കുറഞ്ഞു വരുവാനുള്ള കാരണം ആ റമദാനിന് മുമ്പേ
നാം ഒരുങ്ങാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ശേഷം സംസാരിക്കാനിരിക്കുന്ന ആ ഹൃദ്യമായ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും പരിശുദ്ധ റമദാനിന്റെ മനോഹാരിത ഏതൊക്കെ രൂപത്തിൽ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ എനിക്ക് സാധിക്കും എന്ന രൂപത്തിൽ ആ ക്ലാസ്സിനെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പരിശുദ്ധ റമദാനിലേക്ക് അല്ലാഹു നമ്മുടെ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ മാറ്റിവെക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അതിന്റെ മകൻ നിങ്ങളോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ആത്മാർത്ഥമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സംഘാടകരിൽ നിന്ന് മനസ്സിലായത് വ്യാഴാഴ്ച രാത്രി ഇങ്ങനൊരു പ്രോഗ്രാം, ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ശീലമില്ല എന്നുള്ളതാണ്. പക്ഷെ പടച്ചവൻ നമ്മളെ തെരഞ്ഞെടുത്തു. ഇന്ന് ഇവിടെ പ്രോഗ്രാം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറെ നല്ലതുണ്ടാകാം, ഭൂമിക്കും നമ്മൾക്കും ഒരു ഉപകാരമില്ലാത്ത സമയമായിരിക്കും, പലതിനൊക്കെ ഉണ്ടാകും. പക്ഷെ അള്ളാഹിന്റെ ദീന് പഠിക്കാനും കേൾക്കാനും പരസ്പരം മനസ്സിലാക്കാനും നമുക്കൊരു അവസരം തന്നു. ഞാൻ ഖബറിന്ന് വരികയാണ്. ഞങ്ങളെ എല്ലാ സംഘടനകളും മാരത്തോൺ പ്രോഗ്രാമുകൾ ഉണ്ടാകൽ വ്യാഴാണ്. പരമാവധി പ്രോഗ്രാമുകളായിരിക്കും. ഖുർആൻ ക്ലാസ് ഒരു ഭാഗത്തുണ്ടാവും, മറ്റുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാകും. അതൊക്കെ വ്യാഴാഴ്ച പരമാവധി ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരം അവർ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകും. നമ്മൾ വിചാരിക്കുകയാണെങ്കിലും ഓരോ സ്ഥലത്തിനനുസരിച്ച് അത് മാറുന്നു. നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിക്കും. ഇന്ന് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒന്നും മുടങ്ങൂല, നമ്മൾക്ക് പഠിച്ചോ വിധിച്ചതൊന്നും കിട്ടാതിരിക്കൂല, ഒന്നും നഷ്ടപ്പെടൂല. അള്ളാഹു അവന്റെ സ്വർഗത്തിലും ഈ സമയത്തെ ഉപയോഗപ്പെടുത്തിയ കാരണത്താൽ നമ്മെ ഇതുപോലെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നോമ്പിനെ കുറിച്ച്
ഞാൻ ബോധപൂർവം നോമ്പിൻ്റെ ആയത്ത് ഓതാതിരുന്നതാണ്. നമുക്ക് നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നോമ്പ് എന്താണ് അത് വരും, അപ്പം കാണാം. നോമ്പെടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ ലീവിന് പോയ ആളുകൾ കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട്, റമദാൻ ഒരു 20 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്ന് ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല അല്ലേ. നമ്മുടെ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ വരുന്നതും അത്തരം ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾക്കില്ല. നോമ്പ് പതിവിനേക്കാൾ ജോലി സമയം കുറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഉറങ്ങാൻ സമയം കൂടുതൽ കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങൾ. ഒരു ഗൾഫ് രാജ്യത്ത് ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടെന്നല്ല, നോമ്പ് ഗൾഫിലാ സുഖം എന്ന് എല്ലാവരും പറയും അല്ലേ. എല്ലാവരും പറയും ഗൾഫിലാ നോമ്പ് സുഖം. അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണില്ല, ആദ്യത്തെ 1, 2, 3 ദിവസം ഖുർആന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്, ദുആക്ക് ഒരു ഇഖ്ലാസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ മാറിയത് ഭക്ഷണ സമയം മാറിയപ്പോൾ നമുക്കുള്ള ഒരു മാറ്റാണ്. 3 ദിവസം കഴിഞ്ഞ് അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ നോമ്പും മറ്റുള്ള സമയങ്ങളൊക്കെ ഒരുപോലെ ആയി പോകുന്നു. നേരത്തെ ഒരു മരണത്തെ കുറിച്ച് പറഞ്ഞില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ എം മദനി മരിച്ചു. കേന്ദ്ര ജനറൽ സെക്രട്ടറി, അള്ളാഹു അദ്ദേഹത്തിന് സോറി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മൊബൈലിൽ, നമ്മുടെ മൊബൈലുകളിൽ കഴിഞ്ഞ നോമ്പിലുള്ളവരുടെ പേര് ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്തവരുണ്ടാവും. പ്രത്യേകിച്ച് ഗൾഫുകാർ ഓരോ വെക്കേഷൻ പോകുമ്പോഴും ചിലർ നമ്മൾ സന്ദർശിക്കുന്ന രോഗിയായിട്ട് കേൾക്കുന്ന രോഗങ്ങളൊക്കെ വലിയ മാരകമായ രോഗങ്ങളാണ്. ചില വീടുകളിൽ നമ്മൾ സന്ദർശിക്കുന്നു, തൊട്ട് മുമ്പത്തെ മാസങ്ങളിൽ അവിടെ നിന്ന് ഒരാൾ അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. ഇനി അടുത്ത പോക്കിന് ആരാണ്? നമ്മൾ പോകുമോ, നമ്മൾ നാട്ടിലെത്തോ? സഹോദരങ്ങളെ, ഒന്നും ഉറപ്പില്ലാത്തതാണ്. ഇങ്ങനെയാണ് ഓരോ ഇബാദത്തുകളെയും നമ്മൾ സമീപിക്കേണ്ടത്. നോമ്പ്, പെരുന്നാള്, നിസ്കാരം ഇതൊക്കെ വന്നു കാണുന്നു എന്നുള്ളതല്ല. നിങ്ങളോട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നോമ്പെടുത്താലുള്ള പുണ്യവും കാര്യങ്ങളും ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ എടുക്കുന്ന നോമ്പ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ വിഷയം. വെള്ളിയാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന 2 ആയത്തുകളുണ്ട്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എല്ലാവരും ജുമഅക്ക് കേൾക്കേണ്ട ആയത്ത് ആമിലത്തുൻ നാസിബ. കുറെ അമല് ചെയ്ത് ക്ഷീണിച്ചു പോയ ആളുകളുണ്ട്, ഒരുപാട് അമല് ചെയ്യും. അതിൽ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, അവൻ കൊടുത്ത സകാത്തുണ്ട്, സ്വതത്തയുണ്ട്, ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകൾ കൊണ്ട് അവൻ സ്വർഗ്ഗായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ തസ്ലാ നാറൻ ഹാമിയ, കരിച്ചു കളയുന്ന ചൂടേറിയ നരകത്തിലേക്കാണ് ഈ അമലുകളുമായിട്ടൊക്കെ പോകുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ഷിർക്ക് സംഭവിച്ചവരുണ്ട്, ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനും ഒക്കെ ചെയ്തവരുണ്ട്, മനസ്സിനുള്ളിൽ ആ ഇഖ്ലാസ് എത്താതെ ചെയ്യുന്ന ആളുകളുണ്ട്. നോമ്പ് എത്തുന്നതിന് മുമ്പ് ഇപ്പോഴേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നോമ്പെന്നല്ല, നമ്മൾ ചെയ്യുന്ന എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, 100% ഇഖ്ലാസ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ ഭാഗം എത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ, ഒരാൾക്ക് നിങ്ങളുടെ കൂടെ ജിഹാദിന് വരാൻ താല്പര്യമുണ്ട്. അയാൾക്ക് അള്ളാന്റെ കൂലിയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒന്നുകൂടി ഇഷ്ടമാണ്, അള്ളാന്റെ കൂലിയൊക്കെ കിട്ടണം ഈ ജിഹാദിന് വരുമ്പോ. ഒന്നെന്താണ്, അള്ളാന്റെ കൂലി കിട്ടുന്നതിന്റെ പുറമെ നാട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞാൽ തരക്കേടില്ല, നല്ലൊരാളാണ്, നല്ലൊരു പ്രവർത്തകനാണ്, ഇയാൾ നല്ലൊരു യോദ്ധാവാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ലാ ഷൈഅ ലഹു, അയാൾക്ക് ഒന്നുമില്ല. ഷൈഇ എന്ന പദപ്രയോഗം ഒരു ടിഷ്യൂ പേപ്പറിന്റെ കഷ്ണത്തിന് ഷൈഇ ഉപയോഗിക്കും, കടലാസിന്റെ കഷ്ണത്തിന് ഷൈഇ ഉപയോഗിക്കും. അള്ളാന്റെ അടുക്കൽ അയാൾക്ക് ഒരു കടലാസിന്റെ കഷ്ണത്തിന്റെ കൂലി പോലും പഠിച്ചു കൊടുക്കൂല. കാരണം എന്താ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഇബാദത്ത് അത് വേറൊരാൾ ഉദ്ദേശിച്ചു പോയി. നമ്മൾ ആയുസ്സിൽ നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ട്, എടുത്ത നോമ്പുകളുണ്ട്, നൽകിയ ദാനങ്ങളുണ്ട്, രാവും പകലും അധ്വാനിച്ച് കുടുംബത്തിന് മാറ്റിവെക്കേണ്ടതിൽ നിന്ന് സ്വന്തം അനുഭവിക്കേണ്ടതിനൊക്കെ മാറ്റിവെച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുണ്ട്. ഇവിടെ സംഘടിപ്പിച്ച പ്രോഗ്രാം ഉണ്ട്, നിങ്ങളെല്ലാവരും പല നിരക്കും മാറ്റിവെച്ചെത്തിയിട്ടുണ്ട്. സംഘാടകർക്കുണ്ടായ നിരക്കുകളുണ്ട്,
വന്ന പ്രസംഗിക്കുന്നവർ, കേൾക്കുന്നവർ, ഇങ്ങനെ എഴുതുന്നവർ, വായിക്കുന്നവർ, എന്തൊക്കെ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ചെയ്തു. പക്ഷേ ഇഖ്ലാസ് ഇല്ലാതെയാണ് ഈ ഇരുന്നതെങ്കിൽ, ഇന്ന് വ്യാഴം രാത്രിയല്ലേ, വെള്ളി രാവല്ലേ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമല്ലേ, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അള്ളാഹ് പൊറുക്കുന്ന ദിവസമാണ്, അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇഖ്ലാസ് ഇല്ലാതെയാണ് ഈ ഇരുത്തം, ഈ സംഘാടനം, അതേപോലെ നമ്മൾ കേൾക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്തും മനസ്സറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, തസ്ലാ നാറൻ ഹാമിയ, കരിച്ചു കളയുന്ന നരകായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ട 3 ആളുകൾ പടച്ചോൻ ആദ്യമായി നരകത്തിലേക്കും ഇവരെ തന്നെ വലിച്ചെറിയുന്നത്. ആ 3 ആളുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് സഹാബികൾ, അബൂ ഹുറൈറ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഏറെ സ്വാധീനിച്ച ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ? മദീനത്തെ പള്ളിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വാധീനിച്ച ഈ ഹദീസ് പറയാൻ നോക്കുമ്പോൾ അയാൾ ഓർക്കുമ്പോൾ തന്നെ ബോധം കെട്ടുവാണ്, പേടിച്ചിട്ട്. അവസാനം അദ്ദേഹം പറഞ്ഞു, 3 പേരെ പഠിച്ചവൻ സ്വർഗത്തിലാക്കും, പക്ഷെ ആ 3 പേരെയും വിചാരണക്കെടുക്കുമ്പോൾ 3 ആളെയും നരകത്തിലേക്ക് ആക്കുകയാണ്. അതിൽ ഒന്നാമത് പണ്ഡിതനാണ്, ആരിയാണ്, ഖുർആൻ ഓതുന്നവൻ, അതേപോലെ ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കുന്നവൻ. അള്ളാഹ് അവരാണ് ആദ്യം ചോദിക്കുന്നത്, ഇൽമു നീ എന്താ ചെയ്തത് എന്ന് പറയും. ലക്ഷങ്ങളുടെ മുമ്പിൽ, ആയിരങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, 10,000 ഞാൻ ഖുർആൻ ഓതുമ്പോൾ ബാക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇതിന്റെ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അതിന്റെ ഖുർആനിന്റെ പ്രചാരകരാണ്, ദീനിന്റെ പ്രചാരകരാണ്. പക്ഷെ മനസ്സറിയുന്ന പടച്ചവൻ പറയുന്നത്, കെദബ്ത, നീ കളവ് പറഞ്ഞു. നീ ദീനി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലെ ചിന്ത, നിന്റെ ഖുർആനോത്ത് അങ്ങനെയാണ്, നിന്റെ പ്രസംഗം ഇങ്ങനെയാണ്, ലേഖനങ്ങൾ ഇങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ ദീനെത്തിക്കുന്നവരെ തന്നെ പഠിച്ചു പിടിക്കുക. കളവ് പറഞ്ഞു, എല്ലാവരും പറയാൻ വേണ്ടിയിട്ടാ നീ ഇതൊക്കെ ചെയ്തത്. മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, വലിച്ചെറിയാൻ മലക്കുകളോട് പറയുന്നു. രണ്ടാമത് പണക്കാരനാണ്. പ്രവാസികളെ നമ്മളൊക്കെ ഒന്ന് പേടിക്കേണ്ട വിഷയം, നമ്മളെ മറന്നിട്ട് സഹായിക്കുക. എല്ലാവരും, കച്ചവടക്കാരും ശമ്പളക്കാരും എല്ലാവരും അല്ലെ, നമ്മുടെ നാട്ടിൽ നിന്ന് എന്തുണ്ടെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. എന്ത് വിഷയം വന്നാലും ഗൾഫിലേക്ക് കത്തി വരുന്നത് നമ്മളാണ്. ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിന് മുൻപന്തിയിൽ ഇറങ്ങുന്നത് നമ്മളാണ്. ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചോദിക്കും ഒരു ചോദ്യം, തന്ന പണം നീ എന്താ ചെയ്തേ? ഇപ്പൊ നമ്മളൊക്കെ പറയും, പഠിച്ചവനെ രോഗികൾക്ക് കൊടുത്തു, വീടില്ലാത്തവർക്ക് കൊടുത്തു, മരുന്ന് വാങ്ങി, അല്ലെ, എന്തൊക്കെ നമ്മൾ ചെയ്ത നന്മകളുണ്ട്. പഠിച്ചവൻ പറയുന്നതെന്നറിയോ? കഥപ്ത, നീയും കളവ് പറഞ്ഞു. ഈ ദാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളെ, നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ, ഈ ദാനങ്ങൾ മനമൊരുക്കൊണ്ട് ദുനിയാവിന് കൊടുത്തതാണ് ഇതൊക്കെ. ആ കൊടുത്ത സമയത്ത് നിന്റെ മനസ്സിലും ചിന്തയുണ്ട്, നീ ഒരു ഔദാര്യവാനാണ് എന്ന് എല്ലാവരും ഒന്ന് പറയണം. നീ നന്നായിട്ട് കൊടുക്കുന്നവനാണ് എന്ന്. അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ പറഞ്ഞു അതൊക്കെ. ഇവിടെ നിനക്കൊന്നുമില്ല, അദ്ദേഹത്തെ ആ വ്യക്തിയെ നരകത്തിലേക്ക് ഇടുക. മൂന്നാമത് ഷഹീദിനെയാണ് കൊണ്ടുവരുന്നത്. ജീവിതം അല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചു മരിച്ചുപോയൊരു ഷഹീദ് പോർക്കളത്തിൽ. അദ്ദേഹം പറയും, ചോദിക്കുമ്പോൾ, എൻ്റെ ശരീരം വരെ നിന്റെ മാർഗത്തിൽ ഞാൻ പഠിച്ചവനെ ബലിയർപ്പിച്ചു. അപ്പോഴും അള്ളാന്റെ മറുപടി, നീയും കളവ് പറഞ്ഞു. നീ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ മനസ്സിലെ ചിന്തയും ഇത് തന്നെയാ. എല്ലാരും പറഞ്ഞ് വലിയൊരു യോദ്ധാവാണ് എന്ന്. 3 പേര് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടവരാ, അത്ര വലിയ നന്മ ചെയ്ത ആളുകളാ. പക്ഷെ ആദ്യമായിട്ട് നരകത്തിൽ പോകാൻ കാരണം എന്താണെന്നറിയോ? ആയുസ് മുഴുവൻ നന്മ ചെയ്തിട്ടും ഒന്നിലും ഇത് അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളതല്ലല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഈ ഇബാദത്തല്ലേ, ആൾക്കാർ കാണാൻ, അല്ലെ, ഒന്നൊരു സുഖം കിട്ടാൻ, നമ്മളൊന്ന് സ്റ്റേജിൽ വെച്ചിരുത്താൻ. ഞാനൊക്കെ നാട്ടിലേക്ക് പോലെ, നമ്മളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുത്ത ആ കാര്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും അവർ നമ്മൾക്ക് നൽകുന്ന സ്വീകരണം, ആ സ്വീകരണം കാണുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ ആയിപ്പോവുകയാണ്. ഇതാ എനിക്ക് ഒരുപാട് കിട്ടി എന്നുള്ളത്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തും, ചെയ്യുന്ന നന്മകളെ കൊണ്ട് ദുനിയാവും ദുനിയാവിലെ അലങ്കാരങ്ങളൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? സ്ഥാനം കിട്ടാൻ,
വലിയ നേതാവാകാൻ, ആളുകളൊന്ന് പരിഗണിക്കാൻ, ഞാൻ ഗൾഫിലാണെങ്കിൽ മഹലിൽ എൻ്റെ ഒരു പ്രാതിനിധ്യം അവിടെയുണ്ട് അല്ലേ, ഞാനാണ് എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എല്ലാവരും എന്നോടൊരു അഭിപ്രായം ചോദിക്കും, ഞാനാണ് ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇതാണോ ദീനിന്റെ ഒരു അമല് ചെയ്തിട്ട് നമ്മുടെ നിസ്കാരം, നോമ്പും, സക്കാത്തും, സ്വതക്കയും, നമ്മുടെ ഉംറയും, നമ്മുടെ ഹജ്ജും ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം കൊടുക്കും അവർക്ക് ദുനിയാവ്. ഒരു കുറവും പഠിച്ചു ദുനിയാവ് കൊടുക്കൂല. എല്ലാവരും നിങ്ങളെ കാണുന്ന സല്യൂട്ട് അടിക്കും, ഈ ആൾക്കാരെ ബഹുമാനിക്കൊക്കെ ചെയ്യും. എന്നിട്ട് പറയാ നരകമല്ലാത്ത വേറൊന്നും പരലോകത്ത് അവർക്കില്ല. കാരണം ചെയ്തത് പഠിച്ചോ പൊളിച്ചു, ബാത്തിലായി പോയിട്ടുണ്ട് അവർ ചെയ്യുന്നതൊക്കെ. സഹോദര സഹോദരി, ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, നോമ്പൊക്കെയല്ലേ വരുന്നത്, നോമ്പ് എത്തിയിട്ട് ഇഖ്ലാസ് നന്നാക്കാനല്ല, ഇപ്പൊ ചെയ്യണം. പഠിച്ചോനെ, അറിവില്ലാത്തത് കൊണ്ട് ഒരുപാട് നന്മകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സാമ്പത്തികം ഒരുപാട് കൊടുക്കൂലേ. ഖുർആൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് നൽകുന്നതും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ നൽകുന്നത്, ഭക്ഷണം നൽകുന്നതൊക്കെ എന്ത് പഠിച്ചോന്ന് വജ്ഹാണ്. പിന്നെ ഒരു പ്രതിഫലം നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നില്ല, ഒരു നന്ദി വാക്ക് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആയിഷ ബീവി പോലും ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടി കൃത്യന്മാരെ പറഞ്ഞേക്കുമ്പോൾ ദുആ ചെയ്യേണ്ടത് പോലും പറയണ്ട എന്ന് പറയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് ആ ഉപകാരം കൊടുത്തതിന് പേരിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയണ്ട. ആ നന്ദി വാക്കോ ആ പ്രതിഫലമോ ഒന്നും ആഗ്രഹിക്കണ്ട, പഠിച്ചു തന്നോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുക. ഇത് നോമ്പ് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് എല്ലാ മുഹദ്ദിസീങ്ങളും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അവർ എഴുതുമ്പോൾ പരമാവധി ഒന്നാമത്തെ ഹദീസായിട്ട് ഈ നിയ്യത്തിനെ കുറിച്ച് അവർ പറയാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിയ്യത്ത് ഒരു തൂണാണ്, നമ്മുടെ ഹൃദയമാണ് അമലിന്റെ. അതുകൊണ്ട് അത് പറഞ്ഞത്, ഒരു പ്രവൃത്തിയിൽ നിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയോ, ഈ ക്ലാസ്സിൽ ഞാൻ വന്നത്, നിങ്ങൾ ഇരിക്കുന്നത്, ഇത് സംഘടിപ്പിച്ചത് പൂർണ്ണമായിട്ടും ഒരു ഇഖ്ലാസിലല്ല എങ്കിൽ നഷ്ടപ്പെട്ട വ്യക്തിക്ക് അവിടെ നിഫാഖ കയറി ഒരു കപടതയാണ്. വന്നതും ഇരുന്നതും കാണിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത്ര ഗൗരവമുള്ള വിഷയം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. നമ്മൾ നോമ്പ് ഒരു മനുഷ്യനും ഒരു മഹ്ലൂക്കും അറിയില്ല എനിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു വിഷയമാണ്. ഏറ്റവും നന്നായിട്ട് ഇഖ്ലാസോടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആരും കാണാത്ത നേരത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമ്പോൾ അങ്ങനത്തെ ഇഖ്ലാസോടെ നിസ്കരിക്കാൻ കഴിയാം. ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല, ഇതുപോലും അത് ചെയ്തിട്ട് മറ്റുള്ളവരെ അറിയിച്ചിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കുക. അതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നോമ്പാ വരുന്നത്, ഒരു നോമ്പിന്റെ കൂലി എത്ര എന്നറിയാം. ഒരു സുന്നത്ത് നോമ്പെടുത്താൽ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കണം, ഒരു ദിവസം നോമ്പെടുക്കുകയാണ്. തണുപ്പിലൊക്കെ സുഖല്ലേ അല്ലെ, സുബൈ കഴിയാൻ തന്നെ ആവണക്കാണ് അല്ലെ, മഗ്‌രിബ് നേരത്തെയാകുന്നുണ്ട്. ആ ഒരു നോമ്പിന്റെ കൂലി 70 വർഷമാണ് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് പഠിച്ച പിന്നിലേക്ക് മാറ്റുന്നത്. ഖുർആനിലും ഹദീസിലും കാണാം, നിങ്ങൾ എണ്ണുന്ന 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം. ഇവിടുത്തെ 1000 വർഷം പരലോകത്ത് ഒരു ദിവസം 50,000 അല്ലേ, അതാണ് പരലോകത്ത് ഒരു ദിവസം. അങ്ങനത്തെ പരലോകത്തെ 70 വർഷത്തെ ദൂരമാണ് പിന്നിലേക്ക് മാറ്റുന്നത്. നിങ്ങൾ നോക്ക്, സാധാരണ ഒരു സുന്നത്ത് നോമ്പിന്റെ കൂലി അതാണ്. ഫർദിന്റെ കൂലിയോ അള്ളാഹു ഖുദ്സിയ ഹദീസിൽ അള്ളാഹ് തന്നെ പറയാണ്, ആ നോമ്പിന്റെ കൂലി ഏതൊരു 10 ഇരട്ടി മുതൽ 700 ഇരട്ടിയാണെങ്കിൽ നോമ്പിന്റെ കൂലി അങ്ങനെയല്ല, നോമ്പ് എനിക്കുള്ളതാ, അതിന്റെ കൂലി ഞാനാ തരിക. അത് എത്രയാ തരികയെന്നറിയില്ല, അത്രയും ക്ഷമ വേണ്ട ഒരു ഇബാദത്ത്. കണക്കില്ലാത്ത കൂലിയാ പഠിച്ചോ നൽകുന്നത്. അത് നമ്മുടെ കേവലം ഒരു ഗൾഫിലെ നോമ്പിന് സുഖാണ് അല്ലെ, ആ നിലക്ക് നോമ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇങ്ങാണ്. ഇപ്പോ ചിലർക്ക് പറയാൻ തുടങ്ങി, നോമ്പൊക്കെ വരുന്നത് ഒരുപാട് ചെലവാണ്. നമ്മൾ പറയാൻ തുടങ്ങി ഒരുപാട് ചെലവാണ്.
ആ ചെലവാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫറുകാർ, അതിന്റെ എഞ്ചിനീയേഴ്സ് എല്ലാ നിലയിലും അത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കച്ചവടക്കാരും ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ നോമ്പിന്റെ കൂലി, ഈ വർഷത്തെ നോമ്പ് മുഴുവനായിട്ടും എനിക്ക് എടുക്കണം. ഒരു സഹോദരനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇഅ്തികാഫ് ഇരിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ഖബറിലാണ്. നോമ്പ് വരുമ്പോ ഇഅ്തികാഫിന്റെ കൂലിയാണ്. ജാലിയാത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ ഒരു ഫിലിപ്പൈനി ദാഇയുണ്ട്, ഷെയ്ഖ് ദാവൂദ്. ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ റോഡ് സൈഡിൽ ഖബറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് വീണതാ. 6 മാസത്തോളം കോമയിൽ, പിന്നെ മരണത്തിലേക്ക്. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഇന്ന് ഖബറിൽ മഖ്ബറയിലാണ്. പക്ഷെ അദ്ദേഹം സാധാരണക്കാരനായ ഒരു ഫിലിപ്പൈനി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി, ആ ചെറുപ്പക്കാരൻ ഇന്നലെ സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹം ഷെയ്ഖ് ദാവൂദ് പഠിപ്പിച്ചു. ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, പഠിച്ചു ദാഇയായി. ഇന്ന് 350-ലേറെ ആളുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഇസ്ലാമിലേക്ക് വന്നത്. റസൂൽ പറഞ്ഞില്ലേ, എത്ര സന്ദേശങ്ങൾ കേൾക്കുന്നവർ, നിങ്ങൾ കേൾക്കുന്നവരാണ് പിന്നീട് അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇഖ്ലാസോടെ ഒരു അമൽ ചെയ്താൽ കിട്ടുന്ന കൂലി. നമ്മൾ ആ നിയ്യത്താ വേണ്ടത്. അദ്ദേഹം ഖബറിലാണെങ്കിലും ആ ഇഅ്തികാഫിന്റെ കൂലി കിട്ടുമല്ലോ. നമ്മളിപ്പോ ആഗ്രഹിക്കണം, ഈ നോമ്പുണ്ടാകുമ്പോൾ, ഈ നോമ്പ് വന്നാൽ ഖുർആൻ ഞാൻ എത്ര പഠിക്കും, എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തും, റമദാൻ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ഞാൻ ഇന്ന് തീരുമാനിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, രോഗിയാണ് ഒരാളെങ്കിൽ, യാത്രക്കാരനാണ് ഒരാളെങ്കിൽ, അയാൾ രോഗമല്ലാത്ത നേരത്ത്, യാത്ര ഇല്ലാത്ത നേരത്ത് ചെയ്യുന്ന എല്ലാ ഇബാദത്തിന്റെ കൂലിയും അയാൾക്ക് കിട്ടുകയാണ്. ഈ നിയന്ത്രണം നമ്മൾക്ക് ഈ നോമ്പ് വരുമ്പോൾ അല്ലെ, ഒരാൾ ഒരു നന്മ വിചാരിക്കുന്നു, ചെയ്യാൻ പറ്റിയില്ല, അല്ലാഹു അദ്ദേഹത്തിന് കൂലി കൊടുക്കും. നന്മ വിചാരിക്കുന്നു, ചെയ്യുന്നു, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി കൊടുക്കും. മനസ്സുകൊണ്ട് അങ്ങനെയാ ഒരുങ്ങേണ്ടത്. ഞാൻ വരികയാണ്, ഇതാ വരുന്നു, റമദാൻ വരികയാണ്. നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് റമദാൻ എത്തും. തീരുമാനിച്ച് സഹോദരങ്ങൾ ഉറപ്പിക്കണം, ഞാനത് ചെയ്തിരിക്കും എന്നുള്ളത്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ തിന്ന് മടുത്തില്ലേ നമുക്കൊക്കെ. നമ്മളതിൻ്റെ ആളുകളെന്നുള്ളതല്ല, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ റമദാനിന്റെ വൈകുന്നേരങ്ങളിൽ ആയിക്കഴിഞ്ഞാൽ ഇതെന്തോ റമദാനിൽ ഇന്ന് ഫുഡ് മേടിച്ചില്ലെങ്കിൽ സബോൾ മൂവിക്കാതെ ചെയ്ത പോലെയാ. അത്ര ഫുഡ് ഐറ്റംസാ. തറാവിക്ക് പോകുമ്പോ കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പിന്നാലെയാ അല്ലെ. ചാനലുകാർ റമദാൻ എത്തുമ്പോൾ അതിലും ഈ പ്രോഗ്രാമാണ്. നമ്മളെല്ലാവരും ഇതിന്റെ പിന്നാലെ പോകും. കഴിഞ്ഞാൽ പിന്നെ നോമ്പോർക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നതാണ് അച്ഛൻ വിഷയം. പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ഗൾഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ റമദാനെ ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന അവസരം വേറെ ഒരു മഹ്ലൂക്കിന് വേറെ ഉണ്ടാകും. നമ്മൾ നാട്ടിൽ പോയപ്പോഴും കഴിയില്ല. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതിലൊന്നാമത് അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മളൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുആദിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് പറയാം, മുആദ്, അള്ളാഹുവാണ് സത്യം, മുആദേ ഇന്നി ലഉഹിബ്ബുക, എനിക്ക് തന്നെ ഇഷ്ടാട്ടോ. നിങ്ങൾ നോക്ക്, റസൂൽ ഒരാളെ വിളിച്ച് പറയാണ്, പടച്ചോനാണ് സത്യം മുആദേ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്നിട്ട് മുആദിനോട് പറയാണ്, മുആദ് എനിക്ക് ഇഷ്ടമാണല്ലോ. ഒരിക്കൽ നിസ്കാരം ഈ ദുആ ഒഴിവാക്കരുത്. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഒന്ന് പറഞ്ഞു നോക്കിയാലും, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലെ, എന്താ അർത്ഥം? നമ്മൾ കാര്യം തുടങ്ങണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് വേണ്ടേ? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കല്ല, നീയാണ് എന്നെ സഹായിക്കേണ്ടത്. ഇബ്ലീസ് പിന്നാലെ ഉണ്ടാവും കൊളാക്കാൻ. അള്ളാഹ് നീ എന്നെ സഹായിക്കും. എപ്പോഴും ഓർക്കാൻ മനസ്സോട് ചോദിച്ചു നോക്കി. ഇന്ന് നമ്മൾ നേരം കൊടുത്തപ്പോ രാത്രി ഉറങ്ങുമ്പോ നമ്മുടെ റൂഹ അള്ളാഹ് കൊണ്ടുപോയി തിരിച്ചു തന്നു. ചില അവധി വരെ തരികയാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കിട്ടിയപ്പോ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, മരിപ്പിച്ചിട്ട് അവൻ പിന്നെ ജീവിതം തന്നില്ലേ. ആ റബ്ബിന് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് എഴുന്നേറ്റ് എത്ര ആൾക്കാരുണ്ട്? ഉറങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ടല്ല, കുറേ മൊബൈലൊക്കെ നോക്കി, പരമാവധി വാട്സപ്പ് നോക്കിയിട്ടാണ് ഉറങ്ങിയത്. എഴുന്നേറ്റ് ഉടനെ ഉറങ്ങുമ്പോൾ വന്നോ അതും നോക്കി. എന്നിട്ടല്ല, ആദ്യമായിട്ട് എന്ന് പറയണം അൽഹംദുലില്ലാഹ്. ഇതാണ് അള്ളാഹനെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിലും അള്ളാഹ് ഒത്തുപോകും.
വശുക്രി പഠിച്ചോനെ നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ. വഹുസ്നി ഇബാദതിക് നിന്നെ എപ്പോഴും നിനക്ക് ചെയ്യുന്ന അമലുകൾ നല്ലതാക്കാനും നീ എന്നെ സഹായിക്കണം. നല്ല ഇബാദത്ത് ചെയ്യാൻ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹ് നീ എന്നെ സഹായിക്കും. നോമ്പ് വരികയാണ് റബ്ബേ, നന്നാകണമെന്നുണ്ട്. ഇന്നത്തെ പ്രശ്നം അതാ, നമുക്ക് എല്ലാവർക്കും നന്നാകണമെന്നുണ്ട്, പക്ഷെ തിന്മ വിടാൻ പറ്റുന്നില്ല. വിട്ട തിന്മകളൊക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വരിക. വൃത്തികെട്ട കൂട്ടുകെട്ട് പോയിരുന്നു, എല്ലാ അത്തരം തോന്നിവാസങ്ങൾ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പൊ കുടുംബത്തിലെ ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, ഭർത്താവ് 8 സീല, ഭാര്യ 9 വീര് ഭാര്യയുണ്ട് അല്ലേ. എല്ലാവരും അങ്ങോട്ടും ഓരോ ഗ്രൂപ്പിലും പഴയതൊക്കെ പൊടിതട്ടിയെടുത്ത് അന്നത്തെ കഥ ഗ്രൂപ്പ് പറഞ്ഞ്, പേഴ്സണൽ പറഞ്ഞ്, കുടുംബത്തിൽ പ്രശ്നങ്ങളായി ഒരു സമാധാനം നശിപ്പിക്കുകയാണ് ഈ കൂട്ടുകെട്ട് അല്ലെ. കുടുംബത്തിലുണ്ട് അല്ലെ പ്രിയപ്പെട്ട, ഒരു കുടുംബത്തിൽ 2 ഗ്രൂപ്പാ. കാരണം എന്താ, ഇയാളുടെ ഞാൻ ഉണ്ടാവൂല, ഓരുടെ ഇവരുണ്ടാവൂല, എല്ലാവരും ഒന്നിക്കാനുണ്ടായി. ഇഖ്ലാസ് പോയിട്ടുണ്ട്. അള്ളാഹുവോട് പ്രാർത്ഥിക്ക്, ചെയ്യുന്ന നന്മകളൊന്ന് നന്നായി കിട്ടാൻ. നോമ്പ് വരും മുമ്പ് മനസ്സിനോട് പറയും പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ റമദാൻ എത്തുന്നതിന് മുമ്പ് ഏത് നന്മയും നമുക്ക് അള്ളാഹുവോട് ചെയ്യാൻ കഴിയണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ തെറ്റുകളുമായിട്ടല്ല നമ്മൾ നോമ്പെടുക്കേണ്ടത്. ഷഅബാനിനെ കുറിച്ച് പറഞ്ഞില്ലേ റസൂൽ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അല്ലേ. ഓരോ അമലും അള്ളാഹിലേക്ക് ഉയർന്നു പോകേണ്ടത് നമ്മൾ നോമ്പുകാരനായിരിക്കും. റസൂലുള്ള ഷഅബാനെ കുറിച്ച് അതാ പറഞ്ഞത്. ഷഅബാന്റെ 3 പ്രത്യേകത. ഒന്ന്, അള്ളാഹിലേക്ക് ജനങ്ങൾക്ക് അശ്രദ്ധമായി കിടക്കുന്ന മാസമാണ്. എല്ലാവരും പഠിച്ചോനെ മറക്കുമ്പോൾ നമ്മൾ അള്ളാഹിനെ ഓർക്കുമ്പോൾ കൂടുതൽ കൂലിയാണ്. അതുകൊണ്ടാണ് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും നല്ല നമസ്കാരം ശ്രേഷ്ഠത തഹജ്ജുദിനുള്ളത്. എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കും. 2ാമത്തെ ഷഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്നറിയോ, ഇത് പിന്നെ അമലുകൾ അള്ളാഹിലേക്ക് ഉയർന്നു പോകല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ അള്ളാഹിലേക്ക് പോകണം. റമദാൻ എന്ന് കിട്ടുന്ന അവസരമാണത്. നോമ്പെടുത്ത് ഉറങ്ങി തീർക്കലല്ല, റമദാനിൽ നോമ്പുകാരനായിരിക്കെ നമ്മുടെ ഖുർആനോത്ത്, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തൗബ എല്ലാം അള്ളാഹിലേക്ക് ഉയരണം. അത് ഏറ്റവും പ്രധാനം വേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറുമാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആദ്യം ഒന്ന് കഴുകി അല്ലെ. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പാപങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറ. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റും പഠിച്ചോ പുറത്തു തരും. അള്ളാഹു താല രാത്രി കൈഞ്ഞിട്ടുന്നുണ്ട്. രാത്രി അള്ളാഹ് കൈഞ്ഞിട്ടുന്നുണ്ട്. പകലിൽ ഒരാൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല പകലിൽ കൈഞ്ഞിട്ടുന്നുണ്ട്. രാത്രി ചെയ്ത തെറ്റ് പകലിൽ ആരെങ്കിലും പഠിച്ചവനെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് തൗബ ചെയ്ത് അള്ളാഹുവോട് മാപ്പിരന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ യോജിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ റമദാനിലേക്ക് എത്തണം. ഒരു പാപങ്ങളും ഇല്ലാതെ റമദാനിലേക്ക് എത്താൻ ശ്രമിക്കുക. അങ്ങനെ ആ നിയത്ത് അപ്പോഴാ മാറ്റേണ്ടത്. നോമ്പ് എത്തിയിട്ട് നന്നാകാമെന്നല്ല. അതാ ഷഅബാനിൽ എല്ലാവരും അശ്രദ്ധമാകുമെന്ന് പറഞ്ഞത് അല്ലെ. എല്ലാവരും ഷഅബാൻ വിചാരിക്കും എന്തായാലും ഇസ്തിഗ്ബാൽ റമദാൻ അഹ്ല റമദാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഇനി ഇങ്ങനെ 2-3 വെള്ളി കഴിഞ്ഞാൽ നോമ്പാകും. നോമ്പാകട്ടെ, പിന്നെ ഈ വാട്സപ്പിലെ ഗ്രൂപ്പ് ഡിലീറ്റ്, പിന്നെ ഫുൾ ഖുർആൻ, എന്തൊക്കെ തീരുമാനം വരിക അല്ലെ. ഇത് ഈ ജാതി എത്ര തീരുമാനം നമ്മൾ ആയുസ് കണ്ടതാണ്. ചൊവ്വാലിലെ മാസം കാണുമ്പോൾ തന്നെ സുബൈ പള്ളിയിൽ പിന്നെ 10 സൊഫ് ഉണ്ടെങ്കിൽ 1 സൊഫിന്റെ ചുരുങ്ങി. അത് നോമ്പിന് സാധാരണ എല്ലാവർക്കും സ്ഥലം കിട്ടൂല. സാധാരണ വരുന്ന ആളുകൾക്ക് ആ സമയത്ത് വന്ന് നോക്കിയാൽ സ്ഥലം ഉണ്ടാവൂലേ. ഒരിക്കലും ആ പ്ലേസ് കിട്ടണമെങ്കിൽ ചൊവ്വാലിലെ മാസം കാണണം. നമ്മളിങ്ങനെയാ നോമ്പ് വരുന്നു പോന്നു, ആ രീതിയിലേക്ക് ആകരുത്. തൗബ ചെയ്യുക. തെറ്റുകൾ എത്ര ചെയ്തു പോയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാലോ. അള്ളാഹിനോട് ആത്മാർത്ഥമായി 2 കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചവനെ പൊറുക്കണേ, അള്ളാഹിനോട് മാത്രം പറയുക. പക്ഷെ ഇന്നിൻ്റെ രോഗം തെറ്റുകൾ ഇങ്ങനെ പരസ്യപ്പെടുത്തുക. ഇൻസ്റ്റയിലും വാട്സപ്പിലും ഞാൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ലോകത്തെല്ലാവരും അറിയിക്കട്ടെ. പണ്ട് ചെയ്ത ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ കുറേ ഇത്തരം കേസുകളിൽ തമാമിലൊക്കെ നാട്ടിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കേണ്ടതെന്നോട് പറയാണ് അല്ലേ. കുറെ തെറ്റുകൾ ഉണ്ടാവും സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും ജാഹിലിയ ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയത്. ഇപ്പൊ അതേ കൂട്ടുകെട്ടിൽ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഒരുമിക്കുമ്പോൾ നമ്മൾ അന്ന് ചെയ്തത് ഇന്ന് ചെയ്തത് എന്താ റസൂൽ കരീം പറഞ്ഞത്? ഈ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ള പുറത്തു കൊടുക്കും. ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ള ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കും. തെറ്റുകൾ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്,
രഹസ്യം പരസ്യം ചെറുത് വലുതൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. പരസ്യമാക്കിയ ആളുകൾക്ക് ഒഴിക്കും. എന്താ പരസ്യമാക്കുക? റസൂൽ പറയാണ്, ഒരു വ്യക്തി മറ്റൊരാൾ പറയും, ഞാൻ ഇന്നലെ രാത്രി അത് ചെയ്തു, കഴിഞ്ഞ മാസം ചെയ്തു, കഴിഞ്ഞ കൊല്ലം ചെയ്തു. അള്ളാഹ് ആ വ്യക്തിക്ക് ഒരു മറ കൊടുത്തിരുന്നു അല്ലെ. ഇന്നത് അസിറ്റിയ അള്ളാഹ് മറക്കുന്നവനാണ് അല്ലെ, മറച്ചു വെക്കുന്നവനാണ്. മറച്ചു വെക്കുന്ന ഇഷ്ടമാണ് അള്ളാഹ് മറച്ചു വെച്ചിട്ട് നീ ചെയ്ത ഒരു തെറ്റുണ്ട്, ഒരു മനുഷ്യനെയും അള്ളാഹ് അറിയിച്ചിട്ടില്ല. ആ മനുഷ്യർക്കും നിന്റെ തെറ്റിനുമിടയിൽ പഠിച്ചൊരു മറ വെച്ചിട്ട് നിന്നെ സംരക്ഷിക്കുക ചെയ്തത്. ആ മറ നീ പൊട്ടിച്ചാൽ പിന്നെ അള്ളാഹ് തെറ്റു കൊടുത്തിരുന്നു. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ അതാ ഇന്ന തെറ്റുകളൊക്കെ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്, റബ്ബിന്റെ മുമ്പിൽ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞുകൊണ്ട് നീ എനിക്ക് പൊറുക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരായിട്ട് സഹോദരങ്ങളെ ഈ റമദാനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് റമദാനിന്റെ ചൈതന്യം കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എന്നിട്ട് ഏറ്റവും പ്രത്യേകത, ഖുർആൻ അവതരിച്ചു എന്നതാണല്ലോ റമദാനിന്റെ പ്രത്യേകത. എത്ര സമയം നമ്മൾ ഇന്ന് ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ട് അല്ലെ? എത്ര സമയം ഈ ഖുർആൻ ഈ ഖുർആൻ നമ്മൾക്ക് ഇറങ്ങിയത് അതിന്റെ ആയത്തുകൾ കേട്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്താനാണ്. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നന്നാകാൻ പറ്റണില്ല, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, കൈ ഉയർത്തി ദുആ ചെയ്യാൻ പറ്റണില്ല. അദ്ദേഹം പറഞ്ഞ 10 കാരണങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ആ ഖുർആൻ വെച്ച് അമൽ ചെയ്യുന്നില്ല. നടന്നു പോകുന്ന കുറെ ഖുർആനുണ്ട്. ഷാഫി ഇമാം പറഞ്ഞില്ലേ, ജീവിക്കുന്ന ഖുർആൻ ഇല്ല അല്ലെ? ഖുർആനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതിന് അർത്ഥം അറിയില്ല, ഓതുന്നറിയില്ല. ഇത് ബർക്കത്തിന്റെ ഗ്രന്ഥമാണ്, ഓതിയാ കൂലിയുണ്ട്, കേട്ടാ കൂലിയുണ്ട് അല്ലെ? എന്തിനും കൂലിയുണ്ട്. പക്ഷെ എന്തിനാ ഖുർആൻ? കേവലം ഓതാനല്ല, പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് ആയത്തുൽ കുർസി വെക്കാനല്ല, വാഹനത്തിൽ തൂക്കിയിടാനല്ല. മറ്റൊരു സൂറത്തിൽ അല്ലാഹു ചോദിക്കുക, ഖുർആനെ നിങ്ങൾ ആലോചിച്ച് പഠിക്കണില്ലേ? അതല്ല, ഹൃദയത്തിൽ കൂട്ടിടപ്പെട്ട് പോയിട്ടുണ്ടോ? ഒരു ദിവസം അല്ലെ എത്ര മണിക്കൂറാണ് നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യത്തിനത് തുറന്നത്. പക്ഷെ ഇവിടെ ഉള്ളൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഞാൻ സാധാരണ പറയലുണ്ട് അല്ലേ, ഇപ്പോൾ ആദ്യമൊക്കെ ഈ ലേഡീസൊക്കെ പറയലുണ്ട്, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് ഫോൺ കൊണ്ടാണ് വിളിച്ചത്, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഫോൺ കൊണ്ടാണ്, ഫുൾ മെസ്സേജാണ്, നമ്മളെ പരിഗണിക്കില്ല, ഒന്നുമില്ല. ഇപ്പൊ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും പരാതിയില്ല, ഭർത്താവിനും പരാതിയില്ല, മക്കൾക്കും പരാതിയില്ല. എന്താ നിങ്ങളെന്ന് പറയും? ഇപ്പൊ ഒരേ ബെഡിൽ ഭാര്യ നല്ല ചിരിയപ്പോ സന്തോഷത്തിൽ, പക്ഷെ ഭാര്യ എന്തിനാ ചിരിച്ചെന്ന് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഇയാള് ചിരിച്ച ഭാര്യക്ക് മനസ്സിലാകുന്നില്ല, രണ്ടാളും ചിരിക്കുന്ന മക്കൾക്കും മനസ്സിലാകുന്നില്ല. ഒരു ടേബിലാണുള്ളത്. നിങ്ങൾ നോക്കിയേ, ഒരു ചെയറിൽ 4ഉം 5ഉം കുട്ടികളൊക്കെയാണ് ഒരു ടേബ് കൊടുത്താൽ ഇരിക്കുക അല്ലെ? അടങ്ങിയിരിക്കും ഒരു മണിക്കൂറൊക്കെ. അത് മാറ്റി നോക്കിയേ, കൊല്ലുന്നിടത്തിലേക്ക് എത്തിയില്ലേ? നമ്മൾ പത്രത്തിൽ വായിക്കുന്നു അല്ലെ, നമ്മൾ വീഡിയോ കാണുന്നു. സത്യമായിട്ട് മനസ്സ് കൈവച്ചുകൊണ്ട് ചോദിക്കേ, നിങ്ങൾക്കും പേടിയില്ലേ? നമുക്കും പേടിയില്ലേ? നമ്മുടെ മക്കൾ ഒരു ദിവസം മാറ്റി വെച്ച് നോക്കിയേ, മക്കളെങ്ങനെ മാറ്റി? നമ്മൾ 2 മണിക്കൂർ മാറ്റി വെച്ച് നോക്കി അല്ലേ? ഒരു ദിവസമെങ്കിലും എല്ലാവരും ഒരു ഓഫ് ടൈം എല്ലാവരും ഒന്ന് പരസ്പരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ഇപ്പം ചെയ്താൽ കിട്ടും. ഒരാളെ കൊന്നിട്ടുള്ളൂ. നമ്മുടെ സമുദായം തന്നെയല്ലേ പ്രിയപ്പെട്ടവരെല്ലാം ചെയ്യുന്നത്. ദീന കേട്ടവർ, നന്നായി വളർത്തിയവർ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഉമ്മ പറയുന്നു, മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു എന്ന് ഉപ്പ പറയുന്നു. ഈ മക്കൾ അല്ലെ, ഈ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എവിടുന്നാ കാണുന്നത്? നമ്മളാ വാങ്ങിക്കൊടുത്തത്, നമ്മളാ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുക, ചേർത്ത് പിടിക്കുക അല്ലെ? എല്ലാം 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 നമ്മളിത് കാണുന്നു. എല്ലാവർക്കും കൂടി ഉമ്മർക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഒരുപാട് ഉമ്മമാര് പറയും, മക്കളില്ല ദുആ ചെയ്യണമെന്ന്. നമ്മൾ തിരിച്ചു പറയലുണ്ട്, നിങ്ങൾ നമുക്കും വേണ്ടി ദുആ ചെയ്യിപ്പോ. നിങ്ങൾക്ക് മക്കളില്ലാത്ത സങ്കടമേ ഉള്ളൂ. നമുക്ക് മക്കൾ ഉള്ളത് കൊണ്ട് ഇതൊന്ന് വലുതാവുമ്പോൾ എന്താകുക എന്നാൽ അത്ര പേടിയാണ്. ആൺകുട്ടികളെ കുറിച്ച് പേടിയാണ്, പെൺകുട്ടികളെ കുറിച്ച് പേടിയാണ്. ഏത് വിഭാഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക എന്ന് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചെയ്യാം, ഖുർആനിലേക്കൊന്ന് എത്തുക. മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അത് വളർത്തി ആ ശീലമല്ലേ വേണ്ടത്. ഒരു സ്വലാത്ത് ഏൽപ്പിക്കുക, ദിക്റുകൾ ചൊല്ലിപ്പിക്കുക, ഖുർആൻ ഓതിപ്പിക്കുക, നമ്മുടെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകുക, നിസ്കരിപ്പിക്കുക. എന്തോ മക്കൾ നിസ്കരിക്കാത്തത് കാണുന്നില്ല. ഉപ്പ പള്ളിയിലേക്ക് പോകുന്നത് അല്ലെ, വീട്ടിൽ നിസ്കരിക്കുന്നത്
അല്ലേ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത്, മക്കൾ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴല്ലേ, ഉപ്പയുമ്മ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴല്ലേ മക്കൾക്ക് ഓതാൻ തോന്നുക. നമ്മൾ ഓതണില്ലല്ലോ, കൽപ്പിക്കുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ഈ നോമ്പ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എത്ര മണിക്കൂറുകൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചെലവഴിക്കുന്നു എന്ന്. ആ സമയത്തെക്കുറിച്ച് അള്ളാഹുവോട് കണക്ക് പറയാതെ അല്ലേ ഒരടിമയുടെയും ഒരു കാലനക്കാൻ സമ്മതിക്കൂല പഠിച്ചോണ്ട്. അവന്റെ വെച്ച കാലത്തിന് മുമ്പ് സമയത്തെക്കുറിച്ചും അത് ചോദിക്കും, ആയുസ്സിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അത് ചോദിക്കും, എന്തിനാ ചെലവഴിച്ചത് എന്ന്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, രോഗം വരും, അതിനു മുമ്പ് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കും. അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അത് ഉപയോഗപ്പെടുത്തണം. രോഗം വന്നിട്ട് ചിലർക്ക് പറയാറുണ്ട്, ഒന്ന് ബെഡിൽ നിന്ന് സ്വന്തമായിട്ട് എണീറ്റ് ബാത്റൂമിൽ പോയി ഒന്ന് തിരിച്ചു വരാൻ ഒറ്റ കഴിയുന്ന അവസ്ഥ. രോഗം വരുമ്പോൾ കേൾക്കുന്ന രോഗങ്ങളൊക്കെ അങ്ങേയറ്റം മാരകമായതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ, ഖുർആൻ ഓതാനും പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പഠിച്ചോ തന്നൊരു അവസരമാണ്. ഈ ഫുർഖാൻ സെന്ററിനെ കുറിച്ച് കേട്ടു, ഇത് നമ്മളിലേക്ക് എത്തുകയാണ് എന്നുള്ളത്. അള്ളാഹു അത് നൽകുമാറാകട്ടെ. ഇതിന്റെ ആദ്യത്തെ വിഭാഗം നമ്മളായി തുടങ്ങുകയാണെങ്കിൽ ബാക്കിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇതിന്റെ ആദ്യം നിൽക്കുമ്പോഴുള്ള കൂലി ഈ ദാഴിമാരെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ ഇതിലെന്ത് നാം നടന്നാലും നമ്മൾ മരിച്ചാലും ഖിയാമത്ത് നാൾ വരെ നമുക്കതിന്റെ കൂലിയുണ്ട്, നമുക്കതിന്റെ കൂലി കിട്ടിയിരിക്കും. ഇവിടെ നമ്മളൊക്കെ ഇപ്പോൾ കയ്യിൽ കാശുണ്ടാവൂല, സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. നമ്മൾ നാളെ പറയാണ്, ഇതാ ഇവിടെ വേണ്ടത് ഇത്ര എസികളായിരിക്കാം, ഇത്ര സംഗതികളായിരിക്കും. ദൈവത്തിന് വേണ്ടിയല്ലേ. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, നമ്മൾ മരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചാൽ മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ കൂലി കിട്ടുന്നതിൽ ഒന്നാമത്തത് ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്. പ്രസംഗിക്കുന്നവർ അങ്ങനെ, എഴുതുന്നവർ അങ്ങനെ, സംഘടിപ്പിക്കുന്നവർ അങ്ങനെ. ഇത് നമ്മൾക്ക് എന്താണോ പ്രിയപ്പെട്ടവരെ കഴിയുക അല്ലേ, നമുക്കൊന്നിനും പറ്റൂല. ആഴ്ച ദിവസം ക്ലീൻ ചെയ്യാൻ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഈ ദഅവാ സെന്ററിന് വേണ്ടി ആരും പറയാതെ, ആരും കൽപ്പിക്കാതെ ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഞങ്ങളുടെ ടീമുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, ഒന്ന് വാ, നമ്മുടെ കയ്യിൽ ഒന്നും വേണ്ട, അയാളത്തേക്ക് പോയി പറയുമ്പോൾ ഇത്തരം സംരംഭങ്ങളിലേക്ക് വരാൻ കഴിയാത്ത എത്രയോ കച്ചവടക്കാരുണ്ടാവും. അവർക്ക് ദീൻ ഇഷ്ടം, ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. അതിലേക്ക് എത്തിക്കാൻ നമ്മൾ നൽകിയില്ലെങ്കിലും പലരും നൽകൂട്ടോ. പക്ഷെ നമ്മുടെ വിയർപ്പിന്റെ ഒരംശമെങ്കിലും ഇത്തരം ദഅവാ സെന്ററുകളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ റസൂൽ പറഞ്ഞു, അല്ലെ 2-3 കിണർ ഒഴിച്ചു കൊടുക്കുക, തോട് വെട്ടി കൊടുക്കുക, കുളിക്കാനും അലക്കാനും കുടിക്കാനും വെള്ളം കൊടുക്കുക നമ്മൾ ഉണ്ടാകണം. ഖിയാമത്ത് വരെ കൂലിയുണ്ട്. ചെടി നടുക അല്ലെ, ഒരു മാങ്ങ നമ്മൾ നിന്നിട്ട് അതിൽ നിന്ന് പിന്നെ വേറെ വൃക്ഷം ഉണ്ടാകുകയാണെങ്കിൽ കള്ളം കട്ടാലും പക്ഷി കൊത്തിത്തിന്നാലും നീ ദാനം കൊടുത്താലും നിനക്ക് കൂലിയാണ്. ഖിയാമത്ത് വരെ റസൂൽ പറയുന്നു. അഞ്ചാമത് ഒരു മുസ്ഹഫ് അനന്തരമായിട്ട് കൊടുക്കുക. പരിഭാഷയാകട്ടെ, ഖുർആനാകട്ടെ, ഇസ്ലാമിക് ബുക്സ് ആകട്ടെ കൊടുക്കുക. ഖിയാമത്ത് നാൾ വരെ വായിച്ച് പഠിക്കുന്ന കാലത്തോളം നമുക്ക് ഇതിന്റെ കൂലിയുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പ്രാവണയിരിക്കുന്ന ഒരു പള്ളി മതി. അതിലെ നിസ്കാരത്തിന്റെ, സുജൂദിന്റെ, റുകൂഇന്റെ, ഇഅ്തികാഫിന്റെ ജുമയുടെ കൂലി നമ്മൾ കിട്ടും. ഏഴാമത് ഏറ്റവും ഗൗരവം, ഉമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളെ ബാക്കിയാക്കിയിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ പോകുമല്ലോ, അതിന്റെ കൂലി നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കിട്ടണം. മരിച്ചാലും ഈ 7 നന്മയും ഏതെങ്കിലും ഒരു നന്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ഒത്തുകൂടലിൽ നമ്മൾ അത് തീരുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ഇഖ്ലാസോടെ റമദാനെ നമ്മൾ സ്വീകരിക്കുക. തൗബയും ഖുർആൻ പാരായണവും അതേപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും നന്മകൾ ചെയ്തുകൊണ്ടും ഉംറ നിർവഹിച്ചുകൊണ്ട് മാതാപിതാക്കളെ പരിപാലിച്ചുകൊണ്ട് കുടുംബബന്ധം ചാർത്തിക്കൊണ്ട് സൗഹൃദം അയൽവക്കബന്ധം ചാർത്തിക്കൊണ്ട് ഏറ്റവും നല്ല വ്യക്തികളായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇവിടെ ആകാമല്ലേ, പോരാണ്ടായിട്ട് വരും.
ഒരു ആത്മീയമായ ഒരു ചൈതന്യം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത്. അൽഹംദുലില്ലാ, ജസാഹുല്ലാഹു ഖൈറൻ. അള്ളാഹു അദ്ദേഹം വിഷയം അവതരിപ്പിച്ചത് നമ്മളുള്ള കേട്ട് റമദാനിലെ എങ്ങനെ ശഅബാൻ എങ്ങനെ റമദാനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കാം. നമ്മുടെ ജീവിതം ക്ഷണികമാണ്, സൂചിപ്പിക്കപ്പെട്ട പോലെ എപ്പോഴും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് മാറിപ്പോകാം. അതിനു മുമ്പ് നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധമായ ഒരു മനസ്സോടുകൂടി ഒരാത്മശാന്തി അടഞ്ഞ മനസ്സായി മാറി അള്ളാഹുവിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മളെപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ അതിനുള്ള അവസരമാണ്. അള്ളാഹു ഒരു വർഷത്തിൽ മനുഷ്യനെ ഒന്നുകൂടെ ശുദ്ധീകരിക്കാനും അടുത്ത ഒരു വർഷത്തേക്കുള്ള ഈമാനികമായ ഊർജം സംഭരിക്കാനും ഒക്കെ ഉള്ള സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അവർ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ നിയ്യത്തുണ്ടാവുക, ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ റമദാൻ ഏത് രൂപത്തിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ളൊരു ഖുത്ത, ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക, അതിൻ്റെ ആത്മാർത്ഥമായ ഉദ്ദേശിക്കുക. അതിന് മുമ്പ് അല്ലാതെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരരുതായിരിക്കും. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിനുള്ളൊരു അവസരമായി ഈ ഒരു ഒത്തുകൂടൽ നമുക്ക് സഹായകമായി തീരുമാറാകട്ടെ. ഈ വിഷയം അവിടെ അവതരിപ്പിച്ച് സംസാരിച്ച നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് അജ്മൽ മദനി, അദ്ദേഹത്തിനും തക്കതായ പ്രതിഫലം ഉണ്ടാകും നൽകുമാറാകട്ടെ. എല്ലാവരും ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും സ്വർഗീയമായ എല്ലാവിധ ആനന്ദങ്ങളും ആസ്വദിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാനിൽ നമുക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യവും അവസരവും ശാരീരിക ശേഷിയും എല്ലാം അല്ലാഹു സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തീർക്കുമാറാകട്ടെ. രോഗം തന്നുകൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ഈ മരണം വരെ അല്ലാഹുവിൻ്റെ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് അതിൻ്റെ പ്രചാരകന്മാരായി നന്മയോട് ചേർന്നുകൊണ്ട് പരമാവധി നന്മയോട് ചേർന്ന് ആളുകളിലേക്ക് നന്മ എത്തിക്കാനുള്ള ഒരു അഭിവാഞ്ച, ഒരു മാനസികമായ ഒരു ഇണക്കം, ഇഷ്ടം അല്ലാഹു നമ്മളെല്ലാവരും വിട്ടുതരുമാറാകട്ടെ. ഖുർആൻ കൂടുതലായി പഠിക്കാനും അറിയാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സെന്ററിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടേതായ ഒരു വീടായി ഇത് മാറാനുള്ള അവസരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടേതായ ഒരു കേന്ദ്രമായി 24/7 എല്ലാ ദിവസവും എല്ലാ സമയത്തും ഒരു റെഫറൻസ് സെൻ്ററായി മുമ്പൊക്കെ നമ്മുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെയുള്ള എല്ലാവർക്കും സമൂഹത്തിന് വെളിച്ചം പകരുന്ന, സമൂഹത്തിന് ഗൈഡൻസ് നൽകുന്ന തരത്തിലുള്ള ഒരു മർക്കസായി ഇത് മാറുമാറാകട്ടെ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കണ്ണിയാകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ വന്ന് കേട്ട ഈ പങ്കെടുത്ത എല്ലാവർക്കും തക്ക പ്രതിഫലം നൽകുകയും ഈ സെൻ്ററിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് അത്യാവശ്യം ഭക്ഷണമുണ്ട്, ആണ് സൗഹൃദം കുക്കി പോകാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ, ഭക്ഷണം